നമസ്കാരം. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന് കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നതോടെയാണ് CPM-ന് വീണ്ടും വിചാരമുണ്ടായത്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ മത്സരിക്കേണ്ടതില്ല എന്നായിരുന്നു ഇപ്പോൾ ചേർന്ന പോളിറ്റ് ബ്യൂറോയിൽ ഭൂരിപക്ഷം അംഗങ്ങളുടെയും നിലപാട്. പക്ഷേ അതവർ മനസ്സിലാക്കാൻ വൈകിപ്പോയി. പിണറായി വിജയൻ മത്സര രംഗത്തേക്കില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷേ ഈ 33 സീറ്റുകളിൽ കൂടുതൽ സീറ്റ് നേടുമായിരുന്നു. പക്ഷെ ഒരിക്കലും ഭൂരിപക്ഷം സീറ്റുകൾ നേടി ഭരണത്തിലെത്താൻ LDF-ന് കഴിയുമായിരുന്നില്ല. കാരണം കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ട് കേരളത്തിലെ പൊതുജനങ്ങളെ അത്രയേറെ വെറുപ്പിച്ചയാളാണ് പിണറായി വിജയൻ. എന്നു മാത്രമല്ല, സർക്കാരിൻ്റെ പല നിലപാടുകളും അത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരുന്നു. കേരയിൽ സിൽവർ ലൈൻ പോലെയുള്ള പദ്ധതികൾ, മണ്ടൻ പദ്ധതികൾ, ഇതുകാരണം നിരവധി പേർക്ക് കുടിയിറങ്ങേണ്ടി വന്നു. പലരുടെയും കിടപ്പാടത്തിൽ മതിൽ ചാടിക്കടന്നു പോലും മഞ്ഞക്കുറ്റിയടിച്ച സംഭവങ്ങളുണ്ടായി. ഇതിൽ പ്രതിഷേധിച്ച പലരെയും പോലീസ് തല്ലിച്ചതയ്ക്കുകയും കേസെടുക്കുകയും ചെയ്ത സംഭവങ്ങളുണ്ടായി. പിന്നെ ശബരിമല വിഷയം, ശബരിമല സ്വർണ്ണക്കൊള്ള, യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയം, CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വനിതാ പുരുഷ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നൽകാത്തതുമായി ബന്ധപ്പെട്ടുള്ള സമരം, ആശാവർക്കർമാരുടെ സമരം, ഇതൊക്കെ രണ്ടാം പിണറായി സർക്കാരിനെ വളരെയേറെ പ്രതിരോധത്തിലാക്കിയ സംഭവങ്ങളാണ്. ഇതെല്ലാം ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വരും എന്നുള്ളൊരു ചിന്ത തന്നെ അവരെ ഭയപ്പെടുത്തിയിരുന്നു. പക്ഷേ നേതാക്കൾ കരുതിയത് പിണറായി ഒരു ബ്രാൻഡായി ഉയർത്തി കാണിച്ചുകൊണ്ടാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പൊതുഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ മുടക്കി പിണറായിയുടെ മുഖം വെച്ചുകൊണ്ട് പച്ചക്കള്ളങ്ങൾ എഴുതി പിടിപ്പിച്ചുകൊണ്ട് വലിയ വലിയ ഹോർഡിങ്ങുകൾ വെച്ചത്. പക്ഷേ ആ ഹോർഡിങ്ങുകൾ വെച്ചതും തിരിച്ചടിയായി എന്നുള്ളതാണ്. പിണറായി വിജയൻ്റെ മുഖം പോലും കാണാൻ ഇഷ്ടപ്പെടാത്ത വലിയൊരു വിഭാഗം ജനങ്ങൾ കേരളത്തിലുണ്ട്. ആ കേരളത്തിലുള്ള ജനങ്ങളൊക്കെ ദേശീയപാതയിൽ മറ്റും സഞ്ചരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വലിയ വലിയ ഹോർഡിങ്ങുകൾ കാണുന്നുണ്ട്. അപ്പോഴാണ് പിണറായി വിജയൻ ചെയ്ത പല പ്രവൃത്തികളും അവരുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്. എന്തായാലും ഇത്തരത്തിൽ പിണറായി വിജയൻ മത്സരിക്കേണ്ട എന്നുള്ളതായിരുന്നു ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഭൂരിപക്ഷം പേരുടെയും നിലപാട്. പിണറായി വിജയനെ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് നേരിട്ടത്. കാരണം പിണറായി വിജയൻ ഒരു ബ്രാൻഡ് അംബാസഡർ എന്നുള്ള മട്ടിലാണ് അന്തം കമ്മികൾ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ നടത്തിയത്. ഇനി പ്രതിപക്ഷ നേതാവ് ആരാകണമെന്നുള്ള ചോദ്യത്തിനും പിണറായി വേണ്ട എന്നുള്ളൊരു ചർച്ചയാണ് പോളിറ്റ് ബ്യൂറോയിൽ നടന്നത്. ചിലരൊക്കെ മുഹമ്മദ് റിയാസിന്റെ പേര് മുന്നോട്ട് വെച്ചെങ്കിലും ചെറുപ്പക്കാരായ പോളിറ്റ് ബ്യൂറോയിലെ പല അംഗങ്ങളും അതിനെ എതിർക്കുകയാണ് ഉണ്ടായത്. കാരണം അമ്മാവനും മരുമകനും ഇനി ഇത്തരം സ്ഥാനങ്ങളിൽ വേണ്ട എന്നുള്ളതാണ് പാർട്ടി അംഗങ്ങളുടെ നിലപാട്. പക്ഷേ പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോയിൽ വാദിച്ചത് തനിക്കെതിരായിട്ടുള്ള വികാരമല്ല പ്രതിഫലിച്ചത്, ഭരണത്തിനെതിരായിട്ടുള്ള വികാരമല്ല പ്രതിഫലിച്ചത് എന്നുള്ളതാണ്. ഗോവിന്ദനും ഇതിനെ പിന്താങ്ങി. കാരണം ഗോവിന്ദനെ നമുക്കറിയാം, പിണറായി വിജയന്റെ ഒരു ഏറാൻ മോളി മാത്രമാണ് MP ഗോവിന്ദൻ, പാർട്ടി സെക്രട്ടറി MP ഗോവിന്ദൻ പറഞ്ഞത് വർഗവഞ്ചകന്മാർ കൂട്ടുകൂടിയതാണ് പാർട്ടിയുടെ തോൽവിക്ക് കാരണമെന്നാണ്. ആരാണ് വർഗവഞ്ചകർ എന്ന് ഗോവിന്ദൻ ഇപ്പോഴും പറയുന്നത് B കുഞ്ഞികൃഷ്ണനെയും TK ഗോവിന്ദനെയും G സുധാകരനെയും പോലെയുള്ള നേതാക്കളെയാണ്. എങ്ങനെയാണ് അവർ വർഗവഞ്ചകരായത്? എന്തുകൊണ്ടാണ് അവരെ വർഗവഞ്ചകരെന്ന് വിളിക്കുന്നത്? ഒരിക്കലും സഖാക്കൾ ഇത് പൊറുക്കില്ല. അവരെ വർഗവഞ്ചകർ എന്ന് വിളിച്ചാൽ ഒരിക്കലും പൊറുക്കില്ല. കാരണം വർഗവഞ്ചകർ എന്ന് പറഞ്ഞാൽ പിണറായി വിജയനും MP ഗോവിന്ദനും PK ശ്യാമളയും മധുസൂദനും ഉൾപ്പെടെയുള്ളവരാണ്. അവരാണ് പാർട്ടിയെ ഇത്തരത്തിലുള്ള ഒരു പരാജയത്തിലേക്ക് എത്തിച്ചത്, താഴ്ചയിലേക്ക് എത്തിച്ചത്. യഥാർത്ഥത്തിൽ പാർട്ടിയെയും പ്രസ്ഥാനത്തെയും ചെങ്കൊടിയെയും സ്നേഹിക്കുന്നത് കൊണ്ടും കമ്മ്യൂണിസം നിലനിൽക്കണമെന്ന ആഗ്രഹമുള്ളത് കൊണ്ടുമാണ് ഈ സുധാകരനും കുഞ്ഞികൃഷ്ണനും ഗോവിന്ദനും ഒക്കെ പാർട്ടി വിട്ടിറങ്ങി മത്സരിച്ചത്. അത് അവരുടെ ഒരു പ്രതിഷേധമായിരുന്നു. അവരുടെ കാര്യങ്ങളൊക്കെ പാർട്ടിയെ അറിയിച്ചിട്ടുണ്ടെങ്കിലും യാതൊരു നടപടിയും എടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് അവർ പുറത്തിറങ്ങി പാർട്ടിക്കെതിരായിട്ട് മത്സരിച്ചത്. അവർ ജയിക്കുകയും ചെയ്തു. അത് പാർട്ടിക്ക് വലിയൊരു തിരിച്ചടിയായി. ഇപ്പോഴും തെറ്റു തിരുത്താൻ ഗോവിന്ദൻ തയ്യാറായിട്ടില്ല. ഇപ്പോഴും അവരെ വർഗവഞ്ചകർ എന്ന് ആണ് ഗോവിന്ദൻ വിശേഷിപ്പിക്കുന്നത്. PK ശ്യാമളയെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ച സമയത്ത് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങാൻ പോലും സഖാക്കൾ തയ്യാറല്ലായിരുന്നു. അപ്പോഴാണ് വർഗവഞ്ചകൻ പാർട്ടി എന്നുള്ള ഒരു അടവ് ഇവർ പ്രയോഗിച്ചത്. അതായത് പാർട്ടി വിട്ട് പുറത്തുപോയി മത്സരിക്കുന്ന TK ഗോവിന്ദൻ വർഗവഞ്ചകൻ, പാർട്ടി സെക്രട്ടറി MP ഗോവിന്ദന്റെ ഭാര്യയും സ്ഥാനാർത്ഥിയുമായ PK ശ്യാമള പാർട്ടിയുടെ പ്രതിബിംബം. ഈ ഒരു തന്ത്രമാണ് അവിടെ പ്രയോഗിച്ചത്. പക്ഷേ അവിടുത്തെ സഖാക്കന്മാർക്ക് കാര്യം മനസ്സിലായി. അതുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ ഗോവിന്ദനെ ജയിപ്പിച്ചത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ പിഴവ് പറ്റിയെന്നാണ് വിജയരാഘവനും ബംഗാളിൽ നിന്നുള്ള ചില അംഗങ്ങളും നിലപാടെടുത്തത്. KK ശൈലജയെ മട്ടന്നൂരിൽ നിന്ന് പേരാവൂരിലേക്ക് മാറ്റിയത് ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ പാളിയെന്നും പോളിറ്റ് ബ്യൂറോ വിലയിരുത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് മെച്ചപ്പെട്ട രീതിയിൽ കൈകാര്യം ചെയ്യാമായിരുന്നു എന്നാണ് ജനറൽ സെക്രട്ടറി MA ബേബിയുടെ അഭിപ്രായം. പിണറായി മത്സരിക്കാതെ പ്രചാരണ നായകനായി നിന്നാൽ മതിയായിരുന്നു എന്ന് പലരും അഭിപ്രായപ്പെട്ടു. പിണറായി അല്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്നും മാറ്റത്തിന് തയ്യാറാണെന്നുമുള്ള സന്ദേശം നൽകിയിരുന്നെങ്കിൽ തിരിച്ചടിയുടെ ആഘാതം കുറയുമായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഇതൊക്കെ
ജനങ്ങൾക്ക് മുൻപേ അറിയാമായിരുന്നു. കാരണം പിണറായി വിജയനെ മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള പ്രചാരണം നടത്തിയാൽ LDF കേരളത്തിൽ പച്ച പിടിക്കില്ല എന്നുള്ള കാര്യം അറിയാമായിരുന്നു. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കേരളത്തിലെ ജനങ്ങൾ വെറുക്കുന്ന ഒരു നേതാവാണ്. മുൻ മുഖ്യമന്ത്രിമാർ ഒരുപാട് പേരുണ്ട്. AK ആന്റണിയും K കരുണാകരനും EK നായനാരും BS അച്യുതാനന്ദനും ഉമ്മൻചാണ്ടിയും പോലെയുള്ള മുഖ്യമന്ത്രിമാർ ഭരിച്ചിരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിൽ ഈ മുഖ്യമന്ത്രിമാരാരും നിരത്തിലിറങ്ങുമ്പോൾ പൊതുജനങ്ങൾ ആരും മാറി നിൽക്കേണ്ട കാര്യമില്ല. അവരെ ആരെയും തല്ലിച്ചതയ്ക്കില്ല. അവരെ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ചതിന് അവരുടെ തലമണ്ട അടിച്ച് പൊട്ടിക്കില്ലായിരുന്നു. ഇതൊക്കെ ജനങ്ങൾക്കറിയാം. പക്ഷേ പിണറായി വിജയൻ വന്നതോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു മാറ്റമുണ്ടായത്. ഇതൊക്കെ ജനങ്ങൾ നോക്കി വെച്ചിരിക്കുകയായിരുന്നു. പിണറായി വിജയൻ്റെ ഈ ഒരു ശൈലിയൊക്കെ ജനങ്ങൾ നോക്കി വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ പിണറായി വിജയൻ്റെ ധൂർത്ത്, കുടുംബസമേതം നടത്തിയിട്ടുള്ള വിദേശയാത്രകൾ, ഇതൊക്കെ പലരും സാധാരണക്കാർ പോലും ഇതൊക്കെ ചർച്ച ചെയ്തിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അതൊന്നും പൊതുമണ്ഡലത്തിലായിരുന്നില്ല. ഒരു വീട്ടമ്മയ്ക്ക് അല്ലെങ്കിൽ ഒരു കുടുംബനാഥന് ചർച്ച ചെയ്യണമെങ്കിൽ അത് അവരുടെ വീടുകളിൽ മാത്രമായിരിക്കും ചർച്ച ചെയ്തിരുന്നത്. ജനങ്ങൾ പത്രം വായിക്കുന്നുണ്ട്, വാർത്തകൾ കാണുന്നുണ്ട്. സ്ത്രീകൾ സീരിയലുകൾ മാത്രമല്ല കാണുന്നത്. ജനങ്ങൾ കൈരളിയും ദേശാഭിമാനിയും മാത്രമല്ല വായിക്കുന്നതും കാണുന്നതും. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു തിരിച്ചറിവ് പാർട്ടി നേതാക്കൾക്ക് ഇല്ലാതെ പോയി എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും പിണറായി വിജയനെ കുറ്റപ്പെടുത്താതെ സംസാരിക്കുന്ന ഈ MV ഗോവിന്ദനെ പോലെയുള്ള ഒരു പാർട്ടി നേതാവിനെ, പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ വെച്ചുകൊണ്ട് ഈ പാർട്ടിക്ക് എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ്. എന്തായാലും പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ തന്നെ അമ്മാവനും മരുമോനുമെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. പിണറായി വിജയനോടുള്ള ഈ ഭിന്നതയും പ്രതിഷേധവും താഴെത്തട്ടിലേക്കും പടരും എന്നുറപ്പാണ്. എന്തായാലും പിണറായി വിജയന് തെറ്റുതിരുത്താനായി ഇനി ഒരു അവസരം കൂടി ബാക്കിയില്ല. കാരണം ഇനി എന്തായാലും പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്ത് പോലും അദ്ദേഹം വരണ്ട എന്നുള്ളതാണ് സാധാരണക്കാരായ അണികളുടെ പോലും തീരുമാനം. പോളിറ്റ് ബ്യൂറോയിൽ തന്നെ പിണറായി വിജയനെതിരെ ഇത്തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകളും പ്രതിഷേധങ്ങളും ഒക്കെ വരുമ്പോൾ അത് താഴെത്തട്ടിലേക്കും വ്യാപിക്കും. പിണറായി വിജയന്റെ പഴയ പ്രതാപമെല്ലാം പോയി കഴിഞ്ഞ മട്ടാണ്. ഇനിയിപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്ത് പോലും അദ്ദേഹമോ മരുമകനോ വരേണ്ടെന്ന ഒരു നിലപാടിനാണ് പോളിറ്റ് ബ്യൂറോയും ജനങ്ങളും അണികളും അതുതന്നെയാണ് ആഗ്രഹിക്കുന്നതും.